മച്ചാനപ്പ പരോളിലാണല്ലേ? സത്യം പറയാലോ മച്ചാനെ, ഇവിടെ ഇപ്പൊ പട്ടിയുടെ വിലയാ. അവനാണ് ഇവിടെ എല്ലാം. അവന്റെ പേരെന്താ? ജീവൻ. പേരുള്ളതല്ല. നമ്മ കൈവയ്ക്കണ വേണ്ട മച്ചാനെ, ഒരു പിള്ളേരാണ്. നമുക്ക് കോളേജ് തീരുമ്പോ മൊത്തമായിട്ട് നമുക്ക് കൊടുക്കാം. മച്ചാനിപ്പോ തൃശ്ശൂർ വന്നേക്കുന്ന വല്ല കൈവിട്ട കാലോട്ടൊക്കെ ആയിട്ടാണോ? ഏയ് അതൊന്നുമല്ല. സത്യം പറ മച്ചാനെ. ആരൊക്കെയാടാ ഈ പറയണത്? കൈവിട്ടും കാലിട്ടൊക്കെ നിങ്ങളെ പിള്ളേർക്ക്. നമ്മ അവർക്കെടുത്ത പറയണ്ടിയും അതിങ്ങനെ 10-50 കിട്ടൊന്നുമല്ല. നല്ല പട്ടാപ്പകൽ. ആരാണ്? നമ്മുടെ ഗഡിയാ. ഫോട്ടോ ചെയ്യുന്ന എന്തേ? പുറത്തുനിന്ന് ആരും ഇതിനകത്ത് കയറണ്ടെന്നുള്ളത് നമ്മൾ ഒരുമിച്ച് കൂടി തീരുമാനിച്ചതാ. മറന്നുപോയി. ഇപ്പം പോട്ടെ, എന്നിട്ട് നമുക്ക് ഓണപ്പെടുത്താം. അതെ, ഇവൻ പറഞ്ഞിട്ടുണ്ടാവില്ല ഇവിടെ പുറത്തുനിന്ന് ആരും വരണ്ടെന്ന തീരുമാനം. അതുകൊണ്ട് നിങ്ങൾ പോണം. വേണ്ട, നമ്മളുടെ പ്രശ്നമൊന്നും വേണ്ട. നമ്മ പോണേണ്. വടരഞ്ച നല്ല മണ്ണുണ്ട്. ഇതിലിട്ട് വെച്ച മാറണാവോ? ആദ്യ ഗഡിയാട്ടേ കയറി അക്ബറിനെ ഇളക്കി നെഞ്ചത്ത് കൈ വെച്ച് ഒറ്റ തള്ള അങ്ങനെ തെറിച്ചാ പോയി. എന്ത് കാര്യം അയാൾ അവനെ തള്ളിട്ട് നീ എന്തിനാണ് എന്നെ തള്ളിയിടണേ? നിർത്തിയ അത്രയ്ക്കൊന്നുമില്ല. അത് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. ഒന്ന് പോടെ. അയാൾ ആ പാതാള ഇരട്ട കൊലക്കേസിലെ പ്രതിയാന്ന് കേട്ടെ. ഇപ്പൊ എന്തോ പരോളിന് ഇറങ്ങിയിട്ടുള്ള മേലും കീഴും നോക്കാത്ത തന്നെയാണ്. അക്ബറെ, നീ വെറുതെ ആവശ്യമില്ലാത്തവരോട്ട് മുട്ടാൻ നിൽക്കണ്ട. അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ടു. എന്നാ നിനക്കുള്ള ജീവ, കഴിഞ്ഞ കളി നമ്മൾ സമനിലയായിരുന്നു. അടുത്ത മാസം സെന്റ് തോമസ് ആയിട്ടാ. നമുക്ക് ജയിച്ചേ പറ്റൂ. ഒന്ന് പോയാലോന്ന് നിനക്ക് തന്നെ പറയാനുള്ളൂ. ഇത് തമാശയല്ലേട്ടാ. നീ മര്യാദക്ക് പ്രാക്ടീസിന് ഇറങ്ങിക്കോ. നമുക്ക് ജയിക്കാടാ. ഞാനും ഇറങ്ങാം. ഓക്കെ? അതെ അല്ലേ ലൂക്കോച്ചാ? ഒരു മിനിറ്റ്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മേത്തുറയ്ക്കുന്ന സോപ്പാണ് കോണം കഴുകരുന്ന്. നല്ല മണം കിട്ടില്ലടാ. ഒരു സോപ്പല്ലേ? മണം പോയി. സോപ്പല്ല ഒന്നല്ലേ? എന്തിനാണ് കണ്ടവര് സോപ്പിടുന്നത്?